അപ്പോൾ നമ്മളെ റിവർ ക്രൂസ് എല്ലാം കഴിഞ്ഞ് നമുക്കിതാ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം 4 മണിയായി. ഒന്ന് ഫ്രഷായി നമുക്കിപ്പോൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് അത് ഇവിടെ എവിടെ ഉണ്ട്, ഈ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തുണ്ട്. നമുക്ക് അതിൽ കയറിയിട്ട് വേണം ശരിക്കും ടവർ ബ്രിഡ്ജ് കാണാൻ അല്ലേ? എന്നാലാണ് ശരിക്കുള്ള ഒരു ഭംഗി ഉണ്ടാവുന്നത്. അത് എവിടെയായിരുന്നു? ഇവിടെ എവിടെയോ ഭാവം കണ്ടിരുന്നത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് അവിടെ കാണുന്നുണ്ട് ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. നമ്മളിതാ ഇവിടെ ഒരു ബിഗ് ബസ് എന്നുള്ള ബോർഡ് കണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആളുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാം ഇങ്ങനെ ആ ഒരു ജേഴ്സി ഒക്കെ ഇട്ടിട്ടുള്ളത്, ബിഗ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ ആ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് തന്ന് ഇപ്പോൾ ഇവിടെ ബസ് വരും എന്ന് പറഞ്ഞു ഈ സ്റ്റോപ്പിൽ. bigBus.com ഇതാണ് നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. വിളിക്കും Emel, Emel, Emilia, ഇവിടെ ഇരിക്കും. അപ്പോൾ ഓഫിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കിട്ടും. നമ്മൾ മെയിനായിട്ട് ടവർ ബ്രിഡ്ജിനും വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ അരമണിക്കൂറായി ഇങ്ങനെ ബസ്സിൽ. ഇതാണ് ഹൈഡ് പാർക്ക്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരുപാട് ഇത് നടന്നിട്ടുണ്ടായിരുന്നു. പാർക്കാട്ടോ ഹൈഡ് പാർക്ക്. നല്ല പണി കിട്ടി. നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറിയത് ടവർ ബ്രിഡ്ജ് കയറാനും വേണ്ടിയിട്ടാണ്. ആ ബസ്സിൽ കയറി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും അത് കാണുന്നില്ല, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും കാണുന്നില്ല. അതെന്താ എത്താത്ത വിചാരിച്ച് അവസാനം 2 മണിക്കൂർ കഴിഞ്ഞ് 6:15 അത് പാഡിങ്സ്റ്റൺ സ്റ്റേഷനിൽ നിർത്തി ലാസ്റ്റ് സ്റ്റോപ്പ്. നമ്മളിപ്പത്തൊന്ന് വിചാരിച്ചിട്ട് എന്തായി, അവസാനം ഒന്നും ഇല്ലാണ്ടായി. പാഡിങ്സ്റ്റണിൽ ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടാമതും മെട്രോ പിടിച്ചിട്ട് ഇതാ നമ്മൾ ടവർ ഹില്ല്, അതായത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാനും വേണ്ടി ടവർ ഹിൽ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ് വീണ്ടും. വല്ലാത്ത പണിയായി പോയി. കാരണം നമ്മളിവിടെ വന്ന് തന്നെ ടവർ ബ്രിഡ്ജ് കാണാനും വേണ്ടിയിട്ടാണ്. വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയത് പാഡിങ്സ്റ്റണിൽ നമ്മളെ ഹോട്ടലിൽ നിന്നും ആണ് ഇറങ്ങിയത്. ഈ ബസ് അവസാനത്തെ സ്റ്റോപ്പ് അവിടെ തന്നെ പാഡിങ്സ്റ്റണിൽ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. നമ്മളെ ഹോട്ടലുണ്ടേ, നമ്മളെ ഹോട്ടൽ എത്തിയല്ലോ. നോക്കുമ്പോൾ അവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് 6:15. നമ്മൾ വിചാരിച്ച് തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ വരും എന്നൊക്കെ ആയിരുന്നു. ഫൈനലി ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. നമുക്ക് ബസ്സിൽ ഇതിൻ്റെ മേലെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു, നേരത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. ആ ബസ് ഇതിൻ്റെ മേലെ കൂടെ പോയില്ല, വേറെ റൂട്ടിലാണ് പോയത്. നല്ല സമയമാണ്, 7:30 മണി. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആളുണ്ട്. ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ സൂര്യനിങ്ങനെ ഡയറക്റ്റ് അടിക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്.
നല്ലൊരു ഭംഗിയുള്ള സമയമാണിത്. ടവർ ബ്രിഡ്ജ് നല്ല അടിപൊളി വ്യൂ തന്നെ കേട്ടോ ഇതിൻ്റെ പോകുന്ന സൈഡിൽ. അപ്പോൾ നമുക്കൊരൊറ്റ സങ്കടം ആ ബസ്സിൽ ഇതിൻ്റെ മേലെ കൂടെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് സണ്ണ് പോണതിൻ്റെ മുമ്പ് അവിടെ ഉണ്ട് കുറച്ച് ഏരിയ, അത് കണ്ടോ? ആ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ടവർ ബ്രിഡ്ജിൻ്റെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണാം എക്സ്പ്ലോർ ഇൻസൈഡ് ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ്. ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് ടവർ ബ്രിഡ്ജിൻ്റെ. എട്ട് മണിയായി, തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്. ഞാനാണ് ജാക്കറ്റ് ഇട്ടിട്ടില്ല. നേരത്തെ ഉച്ചക്കൊക്കെ നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ കണ്ടോ തണുപ്പ് കൂടി. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇതാ ഒരു സൈഡിൽ കൂടെ ഇവിടെ താഴെത്തി. ആ ബിൽഡിങ്ങിലൊക്കെ ആ ലൈറ്റ് വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഭംഗിയൊന്ന് കൂടി വരുന്നു. ആ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഓണാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നൊക്കെ നേരെ ബോറോ മാർക്കറ്റിൽ പോയി. ബോറോ മാർക്കറ്റിൽ കുറേ കറങ്ങി. അവിടുത്തെ രാത്രിയിലെ കുറേ കാഴ്ചകളെല്ലാം കണ്ട്. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. കുറേ കറങ്ങി. കാരണം നമ്മൾ ലണ്ടനിൽ രാത്രി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ലല്ലേ ശല്ലേ. ഇന്ന് നമ്മൾ കുറേ നേരം രാത്രി കറങ്ങി. ഏകദേശം ഇപ്പോൾ 11 മണിയായി. നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിപ്പോൾ റൂമിലെത്തിയല്ലേ. ഇപ്പം നാളെ നമ്മളെ റിട്ടേൺ. നാളെ 12:30 ഫ്ലൈറ്റ്. നമുക്ക് രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക്, അത് കഴിഞ്ഞ് അവിടുന്ന് എയർപോർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ലണ്ടൻ അതായത് UK ട്രാവൽ സീരീസ് ഇവിടെ കഴിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ, അടുത്ത ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.